ഇന്ന് വന്നിരിക്കുന്നത് വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒരു കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത്ര വലിയ എന്താ പറയുക, ആർട്ടിസ്റ്റൊന്നുമല്ല, അത്ര നല്ലോണം വരയ്ക്കാൻ ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം ഞാൻ പറയില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് അവസാനത്തെ ഭാഗമെങ്കിലും കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അന്ന് എനിക്കൊരു സമാധാനം. അപ്പം കാണുന്നവരെന്തായാലും കാണാം, ആകെ കുറച്ചുപേരെ കാണുള്ളൂ. അപ്പോൾ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത് അവസാനമെങ്കിലും കണ്ടിട്ടൊന്ന് പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്നല്ല, വെറുതെ ഒരു ടൈം പാസ് എങ്കിൽ ടൈം പാസ്. അപ്പം ഞാൻ ഷോർട്സിൽ ഞാൻ ചിത്രം വരച്ചിട്ടിടുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പം വലിയ ഡ്രോയിങ് ഒന്നും വരയ്ക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. എനിക്കല്ലാതെ എനിക്കങ്ങനെ ഒരു ചിത്രം നോക്കിയിട്ട് ഒരു പ്രാവശ്യം നോക്കിയിട്ട് അങ്ങനെ വരയ്ക്കാൻ എനിക്കറിയില്ല. അല്ലാതെ നോക്കി വരയ്ക്കുമല്ലോ, അങ്ങനെ എനിക്ക് വരയ്ക്കാൻ അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം കേട്ടോ. അപ്പം എൻ്റെ ഷോർട്സിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ വരയ്ക്കുള്ളൂ, വലുതായിട്ടൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു കുഞ്ഞി കണ്ണനെ വരച്ചാലോ, ചെറിയൊരു കൃഷ്ണനെ വരച്ചാലോ എന്നുള്ളൊരു ഒരിതുണ്ട്, ഒന്നോ രണ്ടോ വിചാരിക്കുന്നു. അപ്പം ഞാൻ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുവരെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇടയ്ക്കൊന്ന് എന്തെങ്കിലും ആക്കി വെച്ചിട്ട് ഞാനത് വീഡിയോ എടുക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചൊന്ന് വരച്ച് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്നെനിക്ക് നിങ്ങൾ ഫസ്റ്റ് മുതൽ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും അവസാനത്തെ ആ ഒരു ഞാൻ എന്താ ചിത്രം വരയ്ക്കാൻ പോകുന്നത് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം ഒന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വരയ്ക്കും. നിങ്ങൾ ഫുള്ളായി കാണണമെന്ന് ഞാൻ പറയുന്നില്ല, ഫുള്ളായി കാണാൻ താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ ഞാൻ അവസാനം അതിൻ്റെ റിസൾട്ട് മാത്രം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അത് നോക്കാതെ പോകരുത്, വീഡിയോ കാണുന്നത് കേട്ടോ. അപ്പം വരച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ അതിനാവശ്യമുള്ള എൻ്റെ കുറച്ച് ടൂൾസ് ഞാനിത് അങ്ങനെ എടുത്ത് വെച്ചാണ് കേട്ടോ. മോനെ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സംഭവത്തിലാണ്, ഈ ഒരു കവറിനകത്താണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ ടൂൾസ്. പക്ഷെ ഞാൻ ഇതിന് അധികമൊന്നും ഉപയോഗിക്കില്ല, കാരണം പെൻസിലും മതി. കളർ കൊടുക്കണം എന്ന് എനിക്ക് വലുതായിട്ട് തോന്നില്ല. അപ്പം കളറിൽ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ, കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ, ഫുള്ള് കളറൊന്നുമല്ല, എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സാധനവും പിന്നെ നമുക്ക് ആവശ്യം ഈ ഒരു ഡയറി. ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ മീഷോന്നാണോ ഫ്ലിപ്പിന്നാണോ, മീഷോന്നാണ് കേട്ടോ ഈ ഒരു ഡയറി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്രയൊന്നുമില്ല, എന്നാലും ഞാനിത് ഉപയോഗിക്കുന്നതായിട്ട് കുറേ ആയി. നല്ല കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മെയിനായിട്ടുള്ളത് വരയ്ക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പേപ്പർ, നല്ല ബുക്ക്, ഇവൻ കീറി കളയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ എഴുതി വെക്കുന്ന ബുക്കാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഇതിൽ ആദ്യം നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അത്ര ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ വെറുതെ മായ്ച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം നമുക്ക് മായ്ച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല, ഈ ബുക്കിലേക്ക് നമ്മൾ റഫായിട്ടൊന്ന് വരച്ച് വെക്കുകയാണെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് വരച്ച് വെച്ചിട്ട് നമുക്ക് മറ്റേ ബുക്കിലേക്ക് ഇത് നോക്കിയിട്ട് വരയ്ക്കാം. പിന്നെ ഫില്ല് ചെയ്യാനുള്ളത് നമുക്ക് എങ്ങനെയായാലും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് റഫായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏത് ചിത്രം വരയ്ക്കുന്നതല്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ ഞാനന്ന് ട്രൈ ചെയ്താണ്ട് ഗണപതിനെ വരയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. കാണുന്നുണ്ടോ? വരച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരച്ചിട്ട് അതിലേക്ക് വരയ്ക്കാം, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല, ഫുള്ളാവുകയാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നവനെ ആദ്യം ഞാനൊന്ന് റഫായിട്ട് ഇത് നോക്കി വരച്ചെടുക്കട്ടെ, ഫോൺ നോക്കിയിട്ട് റഫായിട്ട് ആ ഒരു ബുക്കിലേക്ക് വരച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ വരച്ചാൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ്, മുഖം കണ്ടാൽ പേടിക്കും, ഇങ്ങനെയാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടർ ലുക്ക് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് എനിക്കിനി മറ്റേ ബുക്കിലേക്ക് വരയ്ക്കാൻ. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കില്ല, വേണമെങ്കിൽ മേലെ കാണിക്കാമല്ലേ. ഇത് ഇങ്ങനൊരു ചുണ്ട് നോക്കണ്ട, ഇതുപോലെ ഏകദേശം ഒരു മുഖം കേട്ടോ. അത് ഏകദേശം ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ളൊരു അങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ലേ, ഹാപ്പി വിഷു എന്നുള്ള അതുപോലത്തെ വരയ്ക്കാനുണ്ടോ. അപ്പം നമുക്ക് രണ്ടും വരച്ചിട്ട് ഔട്ടറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ഫോൺ നോക്കിയിട്ട് അല്ല, ശരിയാണല്ലോ, ഇതിൽ നോക്കിയിട്ട് തന്നെ വരയ്ക്കാം. അപ്പം ഞാൻ കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അതിലുള്ള ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വരയ്ക്കണമല്ലോ. അപ്പം ഞാനത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കാം, നോക്കാം. ഇതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച ഗണപതിയാണ് കേട്ടോ. വലുതായിട്ടൊന്നും രസമില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് വരയ്ക്കാം.
ഫസ്റ്റ് നമുക്ക് കൃഷ്ണൻ്റെ ക്യൂട്ടായിട്ടുള്ള മുഖം കിട്ടണം, അതാണ് പ്രശ്നം. ബാക്കിയൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, നോക്കട്ടെ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് ചെറിയ ബുക്കാണ് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് വലിയ മറ്റേ A4 ഷീറ്റ് സൈസൊക്കെ അങ്ങനത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വലുതായിട്ട് വരയ്ക്കായിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ടാണ്, അപ്പം അതിനനുസരിച്ചുള്ള ചിത്രമേ ആവുള്ളൂ, ആദ്യം തന്നെ ഞാൻ പറയാം. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ലല്ലേ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കി വരയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ റെഡി ആവും തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കി വരച്ചിട്ട് ഞാൻ അതിൽ വരച്ച് വെച്ച് ഏകദേശം ഔട്ടറൊക്കെ ആക്കി. പക്ഷേ ഇനിയിപ്പം നോക്കട്ടെ, കൃഷ്ണൻ്റെ ക്യൂട്ട് ഫേസ് വരുത്തണം, അത് ഞാൻ ലാസ്റ്റ് വരുത്തും. ആദ്യം നമുക്ക് മെയിൽ റെഡിയാക്കണം, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാനിതാ കയ്യിൻ്റെയും കാലിൻ്റെയും ഏകദേശം പണിയിലാണ് കേട്ടോ. അപ്പം കുറേ പ്രാവശ്യം കാല് തെറ്റിപ്പോയി. കൈയും കാലും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്, എന്നാലും കാല് കുറേ പ്രാവശ്യം തെറ്റിപ്പോയിട്ടോ. നമുക്ക് ശരിയാക്കണം. കുഞ്ഞി കൃഷ്ണനല്ലേ, അതുകൊണ്ട് കാല് വിരൽ ശരിയാവുന്നില്ല കേട്ടോ. കാല് കുഴപ്പമില്ല, വിരൽ കുറേ നേരമായി ഞാൻ നോക്കുന്നു. ഞാൻ വരയ്ക്കുമ്പോൾ 4 വിരലൊക്കെ ആയി പോകുന്നു കേട്ടോ. അപ്പോൾ വരയ്ക്കുന്ന കാണുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു കാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാല് നമുക്ക് റെഡി ആക്കണം. ഏകദേശം സെറ്റായിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം. ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തലയും എല്ലാം വരച്ചിട്ട് ആഭരണം ഇട്ട് കൊടുക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മുടെ കൃഷ്ണൻ ഇതാ ഈ ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫൈനൽ ലുക്കൊന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് വായും കണ്ണും ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, നോക്കട്ടെ. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഞാൻ വരച്ചു പോയി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പത്തിന് അച്ചൂട്ട് എണീച്ചു. ഇത് പകുതിക്ക് വെച്ച് നിർത്തിയാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബാക്കിയും കൂടെ പറയുന്നത്. അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ ശരിക്കുള്ള ഫോട്ടോ ആഡ് ചെയ്യുന്നില്ല, കാരണം അത് കണ്ടാൽ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് രൂപങ്ങളുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം അത് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായി ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ മറ്റേ കൃഷ്ണനെ ഞാൻ അടുത്ത ദിവസം തന്നെ വരച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. ഇപ്പം എന്തായാലും മോനെ എണീച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇന്നത്തോടു കൂടെ നിർത്തിയില്ല. ഇനി എന്തൊക്കെയോ കൊത്തുപണികളുണ്ട്, പക്ഷെ മതി. അപ്പം ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണേ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസി